കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാനയാക്രമണത്തിൽ ആദിവാസി ദമ്പതികൾക്ക് ദാരുണാന്ത്യം. 13-ാം ബ്ലോക്കിലെ വെള്ളി, ഭാര്യ ലീല എന്നിവരാണ് മരിച്ചത്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാൻ എത്തിച്ച ആംബുലൻസ് നാട്ടുകാർ തടഞ്ഞു. ആറളം പഞ്ചായത്തിൽ UDFും BJPയും ഹർത്താൽ പ്രഖ്യാപിച്ചു. നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് വനമന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേരും. സജോ ദേവസ്യുണ്ട് ആറളം ഫാമിൽ നിന്ന്. സജോ, ഈ പ്രതിഷേധങ്ങൾ ശമിച്ചോ? സജോ, ഉന്മേഷ്, നിലവിൽ ആറളം ഫാമിലെ പ്രതിഷേധങ്ങൾക്ക് താൽക്കാലിക ശമനമായിട്ടുണ്ട്. നേരത്തെ തടഞ്ഞുവെച്ച, അതായത് മൃതദേഹങ്ങൾ കയറ്റിയ 2 ആംബുലൻസുകൾ നേരത്തെ നാട്ടുകാർ തടഞ്ഞു വെക്കുകയും വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നു. ആ ആംബുലൻസുകൾ ഇപ്പോൾ വിട്ടു നൽകാൻ നാട്ടുകാർ തയ്യാറായിട്ടുണ്ട്. മൃതദേഹങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റും. അതിനുവേണ്ടി വാഹനങ്ങൾ ഇതിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അവിടെ നാളെ പോസ്റ്റ്മോർട്ടം, അതിനുശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ആറളം ഫാം 13-ാം ബ്ലോക്കിൽ ആദിവാസി ദമ്പതികളായ വെള്ളിയും ലീലയും കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. കശുവണ്ടി ശേഖരിക്കാൻ പോകുന്നതിനിടെയാണ് ഇരുവരെയും കാട്ടാന ആക്രമിക്കുകയും അവർ കൊല്ലപ്പെടുകയും ചെയ്തത്. ആറളം ഫാമിനെ സംബന്ധിച്ചിടത്തോളം അത് പുനരധിവാസ മേഖലയാണ്. അവിടെ വലിയ വന്യമൃഗാക്രമണങ്ങളും ശല്യങ്ങളും നാളുകളായി തുടരുന്നുണ്ട്. അതിനുവേണ്ടി ആനമതിൽ പദ്ധതി ഉൾപ്പെടെ വിപുലമായ പദ്ധതി പ്രഖ്യാപനങ്ങൾ പലതും ഉണ്ടെങ്കിലും അതെല്ലാം ആദ്യ വഴിക്കാണ് ഒരു വസ്തുതയാണ്. നിരവധി ജീവനുകൾ അവിടെ മാത്രം ഇതിനകം പൊലിയുകയും ചെയ്തു. പിന്നാലെ ആ ത്തേക്ക് നേരിട്ടെത്തി ഉറപ്പുകൾ നൽകണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് വലിയ പ്രതിഷേധം നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടന്നത്. പിന്നാലെ പേരാവൂർ MLA സണ്ണി ജോസഫ് അടക്കം ജനപ്രതിനിധികളും മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളടക്കം സംഭവ സ്ഥലത്ത് എത്തുകയും നാട്ടുകാരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. പക്ഷെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. പോലീസും ഇതിനിടെ സബ് കളക്ടർ സ്ഥലത്തെത്തി കളക്ടറെ പ്രതിനിധീകരിച്ച് പ്രധാനമായും നൽകിയ ഉറപ്പ് നേരത്തെ വനമന്ത്രി അടക്കം പ്രഖ്യാപിച്ചതുപോലെ നാളെ ആറളം പഞ്ചായത്തിൽ ഉച്ചയ്ക്ക് ശേഷം സർവകക്ഷി യോഗം ചേരും. അതായത് അടിയന്തരമായി ഫാമിൽ നടപ്പാക്കേണ്ട, അവിടെയുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാൻ നേരത്തെ തന്നെ തയ്യാറാക്കിയ കർമ്മ പദ്ധതികളിൽ വളരെ വേഗത്തിൽ നടപ്പാക്കേണ്ടത് എന്തൊക്കെയാണ് എന്നടക്കം ചർച്ച ചെയ്യുക. അതിലേക്ക് വളരെ വേഗത്തിൽ കടക്കുക. ആനമതിലിന്റെ നിർമ്മാണം ഇപ്പോൾ ഇഴയുന്ന സാഹചര്യമാണുള്ളത്. അത് വേഗത്തിൽ പൂർത്തീകരിക്കുക. ഒപ്പം ഫെൻസിങ്ങിന് പരിമിതിയുള്ള സ്ഥലങ്ങളിൽ അത് സാധ്യമാക്കുക തുടങ്ങി വളരെ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. മറ്റൊന്ന്, നാട്ടുകാർ ഈ കൊലയാളി ആനയെ വെടിവെച്ച് കൊല്ലണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിയമപരമായ കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടി വരും. അതൊരു വശത്ത് നിൽക്കുന്നു. മറ്റൊന്ന്, ഈ കാര്യത്തിൽ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്ന് ചർച്ച ചെയ്യും. അതിനുശേഷം വനമന്ത്രി ആറളം ഫാം സന്ദർശിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷെ നാളെയും ഈ കാര്യത്തിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കും എന്നാണ് നാട്ടുകാരുടെ നിലപാട്. കാരണം ഇക്കാര്യത്തിൽ വ്യക്തമായ ഉറപ്പുകൾ വേണം. ഒപ്പം വേഗത്തിൽ അവിടെ ഈ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കാനുള്ള ഇടപെടലുകൾ വളരെ വേഗത്തിൽ ഉണ്ടാകണം. കാരണം പുനരധിവാസ മേഖലയിലടക്കം 50-ലധികം കാട്ടാനകൾ തുടർച്ചയായി തമ്പടിച്ചിട്ടുണ്ട്. ഏത് സമയത്തും ആളുകൾ ആക്രമിക്കപ്പെടാം, കൊല്ലപ്പെടാം എന്നൊരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ ദാരുണ സംഭവത്തിൽ പ്രതിഷേധിച്ച് BJPയും UDFും നാളെ ആറളം പഞ്ചായത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രതിഷേധം ശമിച്ചിട്ടുണ്ടെങ്കിലും നാളെയും പ്രതിഷേധം തുടരാൻ തന്നെയാണ് ആ തീരുമാനം നാട്ടുകാരടക്കം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി സജോ, ഇപ്പോൾ പ്രതിഷേധങ്ങൾ തൽക്കാലത്തേക്ക് അവിടെ കെട്ടടങ്ങിയിരിക്കുന്നു. സജോ ദേവസ്യാണ് വിശദാംശങ്ങൾ നൽകിയത്.